നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാ പോവാം. ഡോക്ടർ വരൂ. ലച്ചു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ പറയാനുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞോളൂ. ഒരുപാട് നാളായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ. എങ്ങനെ പറയണം, എങ്ങനെ ചോദിക്കണം എന്നൊന്നും എനിക്കറിയില്ല. അയ്യോ, അതെന്താ അങ്ങനെ? ഡോക്ടർക്ക് എന്ത് കാര്യം ചോദിക്കാനുള്ളത്? എന്തായാലും അതെന്താന്ന് എന്നോട് പറയണം. എനിക്ക് ലച്ചുവിനെ അത്രയ്ക്ക് ഇഷ്ടമാ. ലച്ചുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം. എന്താ ഡോക്ടർ എന്തീ പറയുന്നേ? ലച്ചു, തന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ കാര്യങ്ങൾ ലച്ചുവിനും അറിയാമെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മുടെ രണ്ടാളുടെ ഇഷ്ടങ്ങൾ എല്ലാം ഒന്നിച്ചു പോകുന്ന എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ പരസ്പരം അറിയുന്നവരല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്. എന്നാലല്ലേ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റൂ. അതാ ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ലച്ചുവിന് എന്നെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന എന്റെ വിശ്വാസം. ലച്ചു എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ മറ്റൊന്നും വേണ്ട. ഒരിക്കലും ഞാൻ ലച്ചുവിനെ വേദനിപ്പിക്കില്ല, കണ്ണീർ കുടിപ്പിക്കില്ല. ആ ഒരു ഉറപ്പ് ഇപ്പോഴേ ഞാൻ നൽകുക. ലച്ചു, പറയേ, എന്നെ ഇഷ്ടമെന്ന് പറയേ. ലച്ചു, പ്ലീസ്. എങ്ങനെയാ ഇതിന് മറുപടി പറയണ്ടെന്ന് എനിക്കറിയില്ല ഡോക്ടറെ. എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. പക്ഷെ അത് ഡോക്ടർ കരുതുന്ന പോലൊരു ഇഷ്ടമല്ല എനിക്ക് ഡോക്ടറോടുള്ളത്. നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യന്റെ ഭാര്യയാവാനുള്ള യോഗ്യത സത്യത്തിൽ എനിക്കില്ല. ലച്ചു, ഒരിക്കലും അങ്ങനെ പറയരുത്. സമ്പത്തോ ബന്ധുബലോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ലച്ചുവിനെ ഇഷ്ടപ്പെട്ടത്. എന്തോ ആ നിഷ്കളങ്കത, ശാലീനമായ ഈ സൗന്ദര്യം, ആ മനസ്സിന്റെ നന്മ, അതെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതെല്ലാം ഡോക്ടറുടെ നല്ല മനസ്സുകൊണ്ട് തോന്നുന്നതാ. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കുടുംബജീവിത സ്വപ്നം കണ്ടല്ല ഇപ്പൊ ജീവിക്കുന്ന. സത്യത്തിൽ അങ്ങനെ ഒരു കുടുംബജീവിതം ദൈവം എനിക്ക് നിശ്ചയിച്ചിട്ടില്ല എന്നാ എന്റെ വിശ്വാസം. അതൊക്കെ ലച്ചുവിന്റെ വിവരം തോന്നല. അല്ല, സത്യ പറയുന്ന. ഇപ്പൊ എന്റെ മനസ്സിൽ വല്ലാത്തൊരു മരവിപ്പ. എന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തെക്കാൾ എനിക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ലച്ചുവിനെ അത്രയ്ക്ക് സ്നേഹിക്കല്ലേ? തിരിച്ചും എന്നെ ഇഷ്ടപ്പെടാൻ ലച്ചുവിന് കഴിയില്ലേ? ഞാൻ അതാ പറയുന്ന. ഡോക്ടർ ഉദ്ദേശിക്കുന്ന ഒരു ഇഷ്ടം അതെന്തോ ഇപ്പോഴെന്റെ മനസ്സിലില്ല. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചോദിച്ചു തുടങ്ങിയ പിന്നെ ഈ വീട്ടിലുള്ളവർക്ക് പലതിനും ഉത്തരം ഉണ്ടാവില്ല. ഗൗതവുമായുള്ള എന്റെ വിവാഹം നടക്കണം. അതിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല.
ഈ കല്യാണം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കവിതയും ഗൗതവും രജിസ്റ്റർ മാരേജ് കഴിക്കട്ടെ, അവരിറങ്ങിപ്പോവട്ടെ എന്നാരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിന് എന്റെ ഏട്ടനെ ആരും പ്രതീക്ഷിക്കണ്ട. മുഴുവൻ കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ പണിക്കർ മകളുടെ കൈപിടിച്ച് എന്റെ ഏട്ടന് കൊടുക്കണം. കല്യാണം വിപുലമായിട്ടൊന്നും വേണ്ട. മംഗലശ്ശേരിക്കാരുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചായാൽ അത്രയും നല്ലത്. കല്യാണം നാളെയാണെങ്കിലും എനിക്ക് സമ്മതം. നിങ്ങൾക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. മറുപടി എനിക്ക് ഉടനെ കിട്ടണം. ശരി, ഇപ്പൊ ഞാൻ ഇറങ്ങുന്നു. നീയൊന്ന് വന്നേ ലച്ചു. പേടിക്കണ്ട, നിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരിക്കൽ കല്യാണം കഴിച്ചവരെ കൊണ്ട് വീണ്ടും നാടകം നടത്താൻ നാണല്ലേ നിങ്ങൾക്ക്? എങ്കിൽ നീയും ദിനേശനും അവിടെ വെച്ചത് പറയാത്തതെന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.